2025 ജൂൺ 7 മിഷിഗണിലെ ഡിട്രോയിറ്റിലുള്ള സാക്രമെന്റ് കത്തീഡ്രലിനുള്ളിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു പൗരോഹിത്യ സ്വീകരണം നടത്തപ്പെട്ടു. 67-കാരനായ പാട്രിക് ബ്രൂൺ കർത്താവിന്റെ അഭിഷിക്തനായി നിയോഗിക്കപ്പെട്ടു. ഡിട്രോയിറ്റ് അതിരൂപതയിൽ ഒരു വൈദികനായി ഫാദർ പാറ്റ് ബ്രൂൺ തന്റെ 67-ാമത്തെ വയസ്സിൽ നിയോഗിക്കപ്പെട്ടു. 41 വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം തന്റെ ജീവിത പങ്കാളി ജോർജിയാനയുടെ മരണത്തെ തുടർന്നാണ് പാട്രിക് ബ്രൂൺ സെമിനാരി പരിശീലനത്തിൽ പ്രവേശിച്ചത്. 67-ാം വയസ്സിൽ എന്തായിരിക്കാം ബ്രൂണിനെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. ബ്രൂണിന്റെ ഭാര്യയുടെ രോഗസമയത്ത് ആശ്വാസമായി ഒപ്പമുണ്ടായിരുന്ന പുരോഹിതരുടെ ശുശ്രൂഷ ബ്രൂണിനെ വളരെയധികം സ്പർശിച്ചു. എന്റെ ഭാര്യയ്ക്ക് രോഗം വന്നപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും സഹായഹസ്തങ്ങളും പരിചരണവുമായി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെയും കൈവപ്പ് ശുശ്രൂഷയിലൂടെയും തങ്ങളോടൊപ്പമായിരുന്ന പിന്തുണ നൽകിയ പുരോഹിതന്മാരുടെയും ഡീക്കന്മാരുടെയും വലിയ സാന്നിധ്യമാണ് തന്നിൽ ഇത്തരമൊരു ചിന്ത ജനിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു. ഈ സമയങ്ങളിലാണ് ബ്രൂൺ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ചിത്രങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ മുൻപൊരിക്കലും ആകൃഷ്ടനാകാത്ത വിധം യേശുവിന്റെ തിരുഹൃദയ ചിത്രങ്ങളിൽ ആകൃഷ്ടനാകുന്നതും. പിന്നീട് അങ്ങോട്ട് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും തന്നിൽ ഉരുവായ തിരുഹൃദയ ഭക്തിയും ദൈവവിളിയുടെ അടയാളമായി അദ്ദേഹം കണക്കാക്കുകയും ഒടുവിൽ സെമിനാരിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 50 വർഷത്തിലേറെ പരിചയമുള്ള ഫാദർ ബോബ് മാക്കേബ് ബ്രൂണിനെ ഈ വിളി പിന്തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പിന്തുണയോടെ ബ്രൂൺ സെന്റ് ജോൺ 23rd നാഷണൽ സെമിനാരിയിൽ പ്രവേശിച്ചു. ബ്രൂൺ 3 കുട്ടികളുടെ പിതാവും 15 പേരക്കുട്ടികളുടെ മുത്തച്ഛനുമാണ്. 2025 ജൂൺ 7 ആർച്ച് ബിഷപ്പ് അലൻ എച്ച് വിഗ്നറോണിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. മോസ്റ്റ് ബ്ലെഡഡ് സാക്രമെന്റ് കത്തീഡ്രലിൽ വെച്ച് ആർച്ച് ബിഷപ്പ് അലൻ എച്ച് വിഗ്നറോൺ ഡീക്കൻ ബ്രൂണിനെ വൈദികനായി അഭിഷേകം ചെയ്തു. 2025 ജൂൺ 7 നടന്ന ചടങ്ങിൽ 26 വയസ്സുള്ള ഡീക്കൻ ബെഞ്ചമിൻ ഷ്രോഡറിനൊപ്പം അദ്ദേഹം വൈദികനായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം എന്നേക്കുമായി യേശുക്രിസ്തുവിന്റെ പുരോഹിതനായ ഫാദർ പാറ്റ് ബ്രൂണായി സ്ഥിരീകരിക്കപ്പെട്ടു. വിവാഹം, പൗരോഹിത്യം എന്നീ 2 വ്യത്യസ്ത ദൈവവിളികളിലൂടെ കടന്നുപോയ ഒരു വിശ്വസ്ത ഹൃദയം. പൗരോഹിത്യ സ്വീകരണ ശേഷം ഫാദർ പാറ്റ് ബ്രൂൺ നൽകിയ പ്രതികരണം ഹൃദയസ്പർശിയാണ്. തന്റെ അരികിൽ നിൽക്കുന്ന അന്നേ ദിവസം പൗരോഹിത്യം സ്വീകരിച്ച 26-കാരനായ ഫാദർ ബെഞ്ചമിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, നമ്മൾ 2 പേരും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതം വ്യത്യസ്തമാണെങ്കിലും വിളി ഒന്നു തന്നെയാണ്. കാരണം ദൈവവിളി ഒരു നിമിഷമല്ല, അത് ദൈവവുമായുള്ള ഒരു ആജീവനാന്ത സംഭാഷണമാണ്. പൗരോഹിത്യ ദൈവവിളി മനസ്സിലാക്കുന്ന ഓരോ മനുഷ്യനും, ചെറുപ്പക്കാരനോ പ്രായമുള്ളവനോ ആകട്ടെ, പൗരോഹിത്യം യുവാക്കൾക്ക് മാത്രമുള്ളതല്ല, മനസ്സുള്ളവർക്കുള്ളതാണ്, വിശ്വസ്തർക്കുള്ളതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.